നമസ്കാരം, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് മാത്സിലെ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതെങ്ങനെയൊക്കെയാണ് ചെയ്യാന്നൊക്കെ നോക്കുന്നത് കേട്ടോ. അപ്പോൾ ബേസിക്സ് ഒന്നും ഇല്ലാത്ത ആൾക്കാർ എന്ത് ചെയ്യുക, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചു വെച്ചേക്കണം കേട്ടോ. നമുക്ക് എല്ലാം കൂടി കൊണ്ടുപോകാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് നമ്മുടെ കയ്യിൽ കുറച്ച് സമയമല്ലേ ഉള്ളൂ. അപ്പോൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സമയം വേണം. ഓക്കെ, അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ പഠിച്ചെടുക്കുക. അതിനുശേഷം എന്താ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അല്ലെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? താഴെ പറയുന്ന ശ്രേണിയിൽ അടുത്ത സംഖ്യ ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഇത് സ്ഥിരമായിട്ട് വരുന്നൊരു ചോദ്യമാണ് അല്ലേ. അതായത് അടുത്ത സംഖ്യ ഏതാ എന്നുള്ള ചോദ്യം. അതിൽ ഫസ്റ്റ് നോക്കാം, ഓരോന്നായിട്ട് എഴുതുക അല്ലേ. 4, പിന്നെ 196, പിന്നെ 16, 144, അതുപോലെ 36, ദെൻ 100. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ അടുത്തതാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. അപ്പൊ നമുക്ക് ഈ ശ്രേണി കാണുമ്പോൾ എന്തെങ്കിലും ഒരു പൊതുവായിട്ടുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലേ. അതായത് എന്താണ് അല്ലെ, ഇവിടെ നമുക്ക് ഓരോന്നിന്റെയും ഇടവിട്ടിട്ടുള്ള സംഖ്യകളിലെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അല്ലേ. അതായത് ഇപ്പൊ 4 കഴിഞ്ഞാൽ പിന്നെ അടുത്തത് അല്ലേ ഈ 16 അല്ലേ. പിന്നെന്താണ് അടുത്ത ഇടവിട്ടിട്ടുള്ളത് 36. അപ്പൊ ഇത് നോക്കുമ്പോൾ നമുക്കൊരു ഏകദേശം രൂപം മനസ്സിലാവും അല്ലേ. അതായത് 2ന്റെ സ്ക്വയർ ആണ് 4 എന്ന് പറയുന്നത് അല്ലേ. അതായത് 2ന്റെ സ്ക്വയർ ആണ്. അതുപോലെ 16 ആണെങ്കിൽ എന്താണ് 4ന്റെ സ്ക്വയർ ആണ് അല്ലേ 16 എന്ന് പറയുന്നത്. അതുപോലെ 36 എന്ന് പറയുന്നത് എന്താണ് 6ന്റെ സ്ക്വയർ ആണ്. ഓക്കെ, അപ്പൊ ആ ഒരു ശ്രേണിയിലാണ് അങ്ങനെ പോകുന്നത്. ഓക്കെ, അപ്പൊ അടുത്തത് ഇവിടത്തെയാണ് നമുക്ക് കാണേണ്ടത് അല്ലേ. അതായത് ഒന്ന് ഇടവിട്ടിട്ടുള്ള അടുത്തത് അല്ലേ. അപ്പൊ അത് ഏതിന്റെ സ്ക്വയർ ആയിരിക്കും അല്ലേ. ഓരോന്ന് ഇടവിട്ടിട്ടുള്ളതാണ്. അപ്പൊ 2, 4, 6, പിന്നെ ഇവിടെ എന്താവാം അല്ലെ 8 ആകും അല്ലെ. അപ്പൊ 8ന്റെ സ്ക്വയർ കണ്ടെത്തിയാൽ എന്താ ഈ ഒരു ഭാഗം കിട്ടും. ഓക്കെ, അപ്പൊ 8ന്റെ സ്ക്വയർ എത്രയാണ് 64 ആണ് അല്ലേ. അപ്പൊ ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഓപ്ഷൻ സി ആണ് കറക്റ്റ്. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒരു സംഖ്യയുടെ മുക്കാൽ ഭാഗത്തിന്റെ 1/3 അഞ്ചിൽ 4ന്റെ 40% എന്ന് പറയുന്നത് 60 ആണ് എങ്കിൽ സംഖ്യ ഏത് എന്നാണ് ചോദ്യം അല്ലെ. കുറച്ച് വളഞ്ഞ് പോയൊരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് എന്ത് ചെയ്യാം, പറഞ്ഞ കാര്യങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് അങ്ങ് എഴുതുക. അപ്പൊ നമുക്ക് പെട്ടെന്ന് കിട്ടും. ഓക്കെ, അപ്പൊ നമുക്കിവിടെ സംഖ്യയിലെയാണ് ചോദിക്കുന്നത്. അപ്പൊ അറിയാത്ത കാര്യം ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, എക്സ് ആയിട്ട് അങ്ങ് എടുത്തു. ഓക്കെ, ദെൻ എന്താ പറഞ്ഞിട്ടുള്ളത്, ഒരു സംഖ്യയുടെ മുക്കാൽ ഭാഗത്തിന്റെ അല്ലെ. അപ്പൊ ആ സംഖ്യയുടെ മുക്കാൽ ഭാഗം എന്ന് പറഞ്ഞാൽ എന്താണ് സംഖ്യ അല്ലെ. ഇങ്ങനെ ഒരു ഇന്ത്യ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ എന്താണ് അല്ലെ, ഇവിടെ ഇന്ത്യ, അതുപോലെ ഇവിടെ വീണ്ടും ഇവിടെ ഇന്ത്യ എന്ന് പറയുന്നുണ്ട്. അതൊക്കെ എന്താണ് ഈ ഗുണന ചിഹ്നത്തെയാണ് കേട്ടോ സൂചിപ്പിക്കുന്നത്. അതും കൂടി ഒന്ന് മനസ്സിലാക്കി വെക്കുക, അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് കേട്ടോ. അപ്പൊ ഒരു സംഖ്യയുടെ മുക്കാൽ ഭാഗത്തിന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മുക്കാൽ ഭാഗം എന്ന് പറഞ്ഞാൽ എന്താ 3/4 ആണ് അല്ലെ. 3/4 ആണ്. ക്ലിയർ അല്ലേ? വീണ്ടും അല്ലെ മുക്കാൽ ഭാഗത്തിന് അതായത് ഇപ്പൊ കാൽ എന്ന് പറഞ്ഞാൽ എന്താ 1/4 ആണ്. ഓക്കെ, അര എന്ന് പറഞ്ഞാൽ എന്താ 1/2 ആണ്. മുക്കാൽ എന്ന് പറഞ്ഞാൽ എന്താ 3/4 ആണ്. അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണേ. അപ്പൊ 3/4 എന്ന് പറഞ്ഞാലാണ് മുക്കാല്, 1/2 എന്ന് പറഞ്ഞാൽ എന്താണ് അരയാണ്, കാൽ എന്ന് പറഞ്ഞാൽ എന്താ 1/4 ആണ്. ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്, ഇവിടെ എന്താ പറഞ്ഞത്, എക്സിന്റെ അല്ലെ ഒരു സംഖ്യയുടെ മുക്കാൽ ഭാഗം എന്ന് പറഞ്ഞാൽ 3/4 അല്ലെ. അതിന്റെ വീണ്ടും അല്ലെ ഇന്ത്യ എന്ന് പറഞ്ഞു. അപ്പൊ വീണ്ടും നമ്മൾ ഗുണന ചിഹ്നം കൊടുക്കുക. ശേഷം എന്താണ് 1/3 അല്ലെ. 1/3 എന്ന് പറഞ്ഞാൽ എന്താ അല്ലെ 1/3 എന്നാണ്. ഓക്കെ, അപ്പൊ 1/3 എന്ന് പറഞ്ഞാൽ എന്താ അല്ലെ 1/3 എന്നാണ്. അപ്പൊ ഇവിടെ വീണ്ടും കൊടുക്കുക 1/3. വീണ്ടും ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഗുണനചിഹ്നം കൊടുത്തു. വീണ്ടും എന്താണ് 1/3 കഴിഞ്ഞിട്ട് 5/4 എന്താണ് ഇതേപോലെ തന്നെ 5/4 എന്നാണ് അർത്ഥം. ഓക്കെ, 5/4 എന്ന് പറഞ്ഞാൽ എന്താ 5, 4 ഇങ്ങനെ കൊടുക്കണം. ഓക്കെ, അപ്പൊ ഇവിടെ വീണ്ടും ഇന്ത്യ 5/4. വീണ്ടും എന്ത് പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യ കൊടുത്തു, ഇവിടെ ഗുണനചിഹ്നം കൊടുത്തു, 40% അല്ലെ. വീണ്ടും എന്താ കൊടുത്തത് 40%. നമുക്ക് 40% എന്ന് പറഞ്ഞാലേ ശതമാനം വന്നു കഴിഞ്ഞാൽ എന്താണ് 100 ചെയ്യണം അല്ലെ. അപ്പൊ ബൈ 100. ഓക്കെ, ബൈ 100 എന്ന് പറയുന്നത് എന്താന്ന് പറഞ്ഞിട്ടുണ്ട്, ഇവിടെ 60 എന്ന് പറഞ്ഞിട്ടുണ്ട്. ക്ലിയർ അല്ലേ? ഒന്നുകൂടി പറയാം. ഇവിടെ അല്ലെ ഒരു സംഖ്യ എന്താന്ന് പറഞ്ഞിട്ടില്ല. ആ സംഖ്യയുടെ മുക്കാൽ ഭാഗത്തിന്റെ അല്ലെ, മുക്കാൽ എന്ന് പറഞ്ഞാൽ എന്താ 3/4 ആണ്. ഓക്കെ, അപ്പൊ 3/4 ആണ് മുക്കാൽ എന്ന് പറഞ്ഞാല്. അപ്പൊ 3/4 പിന്നെന്താ പറഞ്ഞിട്ടുള്ളത് 1/3. അപ്പൊ വീണ്ടും അല്ലെ 1/3. വീണ്ടും ഇന്ത്യ കൊടുത്തിട്ടുണ്ട് 5/4. ക്ലിയർ അല്ലേ? പിന്നെ 40% അല്ലെ, ഇതിന്റെയും 40%. അപ്പൊ 40/100. ഇതൊക്കെ പറയുന്നത് എന്താന്ന് പറഞ്ഞിട്ടുണ്ട് 60 ആണ് എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പൊ ഈക്വൽ ടു 60 എന്ന് കൊടുത്തു. ഇനി നമുക്ക് എക്സിനെ കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാം, നമുക്ക് വെട്ടി ചെറുതാക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ട് അങ്ങ് വെട്ടി ചെറുതാക്കാം അല്ലെ. ഇവിടെ എന്തൊക്കെയുണ്ട്, ഇവിടെ അല്ലേ 4ഉം അതുപോലെ ഈ 4ഉം നമുക്ക് വെട്ടാം.
അതുപോലെ 3ഉം 3ഉം തമ്മിൽ വെട്ടാം അല്ലേ. പിന്നെ ഏതൊക്കെ വെട്ടാം അല്ലേ, ഈ 0യും ഇതൊന്നും ഇല്ല കേട്ടോ, ഈ 0യും ഈ 0യും വെട്ടാം. ഇവിടെ 4നെ വീണ്ടും വെട്ടിക്കൂടെ, 2ആയിട്ടും വെട്ടാം. ഇവിടെ 10 ഉള്ളത് 5 ആക്കിയിട്ടും എടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ഇത്രേ വെട്ടാൻ പറ്റുള്ളൂ. ഇനി എന്തൊക്കെ ഉണ്ട് എന്നുള്ളത് നോക്കാം. ഇവിടെ ഒരു എക്സ് ഉണ്ട്, മുകളിലൊരു എക്സ് ഉണ്ട്, അതിൻ്റെ കൂടെ പിന്നെന്താ ഇവിടെ ഒരു 1 ഉണ്ട്, പിന്നെ ഒരു 2 ഉണ്ട്. അപ്പോൾ 2, ഓക്കെ 2 എടുത്തു. ബൈ അല്ലേ, ബൈ എന്താണ്, താഴെ എന്തൊക്കെയുണ്ട്, ഇവിടെ ഒക്കെ വെട്ടിപ്പോയേ, ഒരു 5 ഉണ്ട്, അതുപോലെ ഇവിടെ ഒരു 5 ഉണ്ട് അല്ലേ, അതായത് 25 ഉണ്ട്. ഓക്കെ, പിന്നെ ഈക്വൽ ടു അല്ലേ, എന്താ ഉള്ളത്, 60 ആണുള്ളത്. അത് അതേപോലെ എഴുതി. ക്ലിയർ അല്ലേ, ഇത്രയും ഭാഗങ്ങൾ ക്ലിയർ അല്ലേ. ഒക്കെ എന്ത് ചെയ്യുക, വെട്ടി ചെറുതാക്കുക. അപ്പം നമുക്ക് വെട്ടി വെട്ടി എന്ത് കിട്ടി അല്ലേ, എക്സ്, അതായത് എക്സ് ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ എന്താ 2x ആണ് അല്ലേ. അപ്പം 2x ബൈ 25 അല്ലേ, 2x ബൈ 25 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായി കിട്ടി, 60 കിട്ടി. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, 2xനെ കണ്ടുപിടിച്ചൂടെ. അപ്പം 2x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ, 2x എക്സിനെയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പം എന്താ ചെയ്യുക, എക്സിൻ്റെ കൂടെയുള്ള അല്ലേ ഈ 2xനും കൂടി എടുക്കാം. അവിടെ 2x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സമത്തിൻ്റെ അപ്പുറത്ത് എന്തുണ്ട്, 60 ഉണ്ട് അല്ലേ. ഈ 60ൻ്റെ കൂടെ ഇവിടെ ആരാണ്, ബൈ ആണ് അല്ലേ. ബൈ 25 ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ എന്തായി, ഗുണനമായി അല്ലേ. ഇവിടെ എന്താ, ഹരണം അല്ലേ. നമുക്കറിയാം അല്ലേ, സമത്തിൻ്റെ അപ്പുറത്തേക്ക് വരുമ്പോൾ ഇവിടെ പ്ലസ് ആണെങ്കിൽ അപ്പുറത്തേക്ക് വരുമ്പോൾ മൈനസ് ആകും. അതുപോലെ ഇവിടെ മൈനസ് ആണെങ്കിൽ സമത്തിൻ്റെ അപ്പുറത്തേക്ക് വരുമ്പോൾ പ്ലസ് ആകും. അതുപോലെ ഹരണമാണെങ്കിൽ അപ്പുറത്തേക്ക് വരുമ്പോൾ ഗുണനമാവും. അതുപോലെ ഗുണനമാണെങ്കിൽ അപ്പുറത്തേക്ക് വരുമ്പോൾ എന്താവും, ഹരണമാകും. ഓക്കെ, അതൊക്കെ ബേസിക് ആയിട്ട് അറിയാത്ത ആൾക്കാർക്ക് വേണ്ടി പറയുകയാണേ. അപ്പൊ ഇവിടെ എന്താണുള്ളത്, 25 എന്ന് പറഞ്ഞത് അല്ലേ, ബൈ 25 ഇതെന്താ, ഹരണമാണ്. അപ്പൊ അങ്ങോട്ടേക്ക് പോകുമ്പോൾ എന്താവും, ഗുണനമാകും. അപ്പൊ ഇവിടെ ഗുണനം 25 ആകും. ക്ലിയർ അല്ലേ. ഇനി നമുക്ക് എക്സ് കണ്ടൂടെ, എക്സ് എങ്ങനെ കാണാം അല്ലേ. ഈ എക്സ് കാണണമെങ്കിൽ ഇവിടെ എന്താണുള്ളത്, ഇവിടെ എന്താ, ഗുണനമല്ലേ. 2x എന്ന് പറഞ്ഞാൽ ഇവിടെ ഗുണനമല്ലേ. അപ്പൊ ഈ എക്സിനെ ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ 2നെ എന്ത് ചെയ്യുക, അങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇവിടെ ബൈ 2 എന്ന് കൊടുക്കാം. ക്ലിയർ അല്ലേ. അപ്പൊ എന്തായി, ഒന്നുകൂടി കട്ട് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ 60 ഇൻറ്റു 25 ബൈ 2 ആയി. ഓക്കെ, എക്സ് ഈസ് ഈക്വൽ ടു, ഇനി നമുക്ക് ഒന്നുകൂടി വെട്ടി ചെറുതാക്കി കൂടെ. ഇവിടെ 20 ഇൻറ്റു 20നെയും 60നെയും വെട്ടാം അല്ലേ. അപ്പം എന്തായി, 30 കിട്ടും. ഇനി നമുക്ക് 30 ഇൻറ്റു 25 ഗുണിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ കിട്ടും അല്ലേ. 30 ഇൻറ്റു 25 എങ്ങനെ ഗുണിക്കുക, നമുക്ക് എന്ത് ചെയ്യാം, 25 ഇൻറ്റു 3 ഗുണിക്കുക, ഒരു 0 ഇട്ട് കൊടുത്താൽ പോരെ. 5 3 15, ശിഷ്ടം 1, 3 2 6, 1 7 അല്ലേ. 75 കിട്ടി. ഇവിടെ ഒരു 0 ഇല്ലേ, അപ്പോൾ 0 കൂടി ഇട്ട് എത്ര കിട്ടി, 750 കിട്ടി. നമ്മുടെ ഓപ്ഷനിലുണ്ടോ, ഉണ്ടല്ലേ. ഫസ്റ്റ് എ ആണ് ആൻസർ. ക്ലിയർ അല്ലേ, സെറ്റ് അല്ലേ. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ക്ലാസ്സിലെ 20 കുട്ടികളുടെ ശരാശരി വയസ്സെന്ന് പറയുന്നത് 10 ആണ് കേട്ടോ. അപ്പോൾ ഒരു ക്ലാസ്സിലെ 20 കുട്ടികളുടെ ശരാശരി വയസ്സല്ലേ, 20 കുട്ടികളുടെ ശരാശരി വയസ്സെന്ന് പറയുന്നത് 10 ആണ്. ടീച്ചറുടെ വയസ്സും കൂടി കൂട്ടിയപ്പോൾ, അപ്പോൾ ടീച്ചറുടെ വയസ്സും കൂടി കൂട്ടുക പറഞ്ഞാലില്ലേ, 20ൻ്റെ കൂടെ ആരായി, ടീച്ചറും കൂടി വരുമ്പോൾ 21 അതും കൂടി കൂട്ടി കഴിഞ്ഞപ്പോൾ ശരാശരി എത്രയായി, 2 കൂടും അല്ലേ. ശരാശരി 10 ഉള്ളത് എന്തായി, 2 കൂടിയിട്ട് 12 ആവും. ക്ലിയർ അല്ലേ. ഇനി ടീച്ചറുടെ വയസ്സാണ് ചോദിച്ചിട്ടുള്ളത്. ഇത് മനസ്സിലായില്ലേ. അതായത് ഒരു ക്ലാസ്സിലെ 20 കുട്ടികളുണ്ട്. ഓക്കെ, 20 കുട്ടികളുണ്ട്, അവരുടെ ശരാശരി വയസ്സെന്ന് പറയുന്നത് 10 ആണ്. ഓക്കെ, ഇനി ഇവിടെ ടീച്ചറുടെ വയസ്സും കൂടി കൂട്ടി അല്ലേ. അപ്പൊ ടീച്ചർ ഒരാൾ കൂടി അംഗം കൂടുതൽ വന്നില്ലേ. അപ്പൊ 20ൻ്റെ കൂടെ ആരായി, 20 കുട്ടികളുടെ കൂടെ ഒരാളും കൂടി വന്നാൽ 21 അപ്പൊ 21 ആൾക്കാരുടെ ശരാശരി എത്രയായി, അവിടെ 2 വയസ്സ് കൂടുമെന്നാ പറഞ്ഞത്. അതായത് 10 ഉള്ളത് എത്രയായി, 12 ക്ലിയർ അല്ലേ. ഇനി നമ്മുടെ ടീച്ചറുടെ വയസ്സാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, നമുക്കറിയാലേ ശരാശരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ കാണാൻ, ഇക്വേഷൻ എങ്ങനെ, ശരാശരി എന്ന് പറഞ്ഞാൽ ശരാശരി. ഓക്കെ, എങ്ങനെയാണ് അല്ലേ, നമ്മുടെ മൊത്തം അല്ലേ ടോട്ടൽ എണ്ണത്തെ നമ്മുടെ എണ്ണം കൊണ്ട് ഹരിച്ചാൽ അല്ലേ, ടോട്ടലിലെ മൊത്തം തുകയെ എണ്ണം കൊണ്ട് ഹരിച്ചാൽ നമുക്ക് ശരാശരി കിട്ടൂലേ. അപ്പൊ ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്, ഇവിടെ 20 എന്ന് പറഞ്ഞത് എണ്ണമാണ് അല്ലേ. ഇവിടെ എന്താണ്, ഇവിടെ 20 എന്ന് പറഞ്ഞ എണ്ണവും ഈ 10 എന്ന് പറഞ്ഞാൽ എന്താ, ശരാശരിയുമാണ്. ഇവിടെ നമുക്ക് ടോട്ടൽ കണ്ടൂടെ അല്ലേ. ഇവിടെ ടോട്ടൽ കാണാനുള്ള ഇക്വേഷൻ ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് കണ്ടെത്തിക്കൂടെ. അതായത് എണ്ണത്തെ അല്ലേ, ഈ ടോട്ടലിനെ കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഈ എണ്ണത്തെ എന്തുകൊണ്ട് ഗുണിക്കുക, ശരാശരി കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ കിട്ടൂലേ. ഈ ഒരു ഇക്വേഷനിൽ നിന്ന് നമുക്ക് അങ്ങനെ എടുത്തൂടെ. ക്ലിയർ അല്ലേ. അതായത് ശരാശരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശരാശരി എങ്ങനെ കാണുക, മൊത്തം തുകയെ എണ്ണം കൊണ്ട് ഹരിച്ചാൽ ശരാശരി കിട്ടും അല്ലേ. ഇനി ഇവിടെ നിന്ന് നമുക്ക് ടോട്ടൽ, ഈ ഒരു ഇക്വേഷനിൽ നിന്ന് ടോട്ടൽ കണ്ടെത്തിക്കൂടെ. അതായത് എണ്ണത്തെ ശരാശരി കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ടോട്ടലും കിട്ടും. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്, ഇവിടെ നമുക്ക് ടോട്ടൽ എങ്ങനെ കാണാം, ഇവിടെ തന്നിട്ടുണ്ട് എണ്ണം അല്ലേ. അതായത് 20 ഇൻറ്റു ശരാശരി ഇവിടെ എത്രയാണ്, 10 അപ്പൊ എത്ര കിട്ടി, നമുക്ക് 200 കിട്ടി. ഓക്കെ, ക്ലിയർ അല്ലേ.
200 എന്ന് കിട്ടും. ദെൻ അടുത്തത് അല്ലേ 21 എന്ന് പറയുന്നത് എണ്ണമാണ്. വീണ്ടും ശരാശരി 12 ആണ്. 12 കൊണ്ട് ഗുണിച്ചാൽ എത്ര കിട്ടും? 21 × 12 എത്രയാ? 21 × 12 2 4 1 പിന്നെന്താ 2 അല്ലേ? 2ഉം 5ഉം 2ഉം 252 കിട്ടും. ഓക്കെ, ഇപ്പം നമുക്ക് മൊത്തം തുക കിട്ടി. തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ കുട്ടികളെ ചേർത്തിട്ട് മൊത്തം എത്രയാണ്? 200 കിട്ടി. ടീച്ചറും കൂടി ഉൾപ്പെട്ടപ്പോൾ എത്രയായി? 252 ആയി അല്ലേ? അതായത് വയസ്സുകളുടെ തുകയാണ് കേട്ടോ. ഇവിടെ ശ്രദ്ധിക്കണം, എന്താണ് പറയുന്നത്? വയസ്സിന്റെ കാര്യമല്ലേ. അപ്പൊ ഇവിടെ എന്താണ് മൊത്തം അല്ലേ? കുട്ടികളുടെ മൊത്തം വയസ്സിന്റെ തുക എന്ന് പറയുന്നത് 200 ആണ്. ടീച്ചറിന്റെയും കൂടി കൂട്ടിയപ്പോൾ എത്രയായി? 252 ആയി. ഇവിടെ എന്താ ചോദ്യം? ടീച്ചറുടെ വയസ്സ് എത്രയാന്നാ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ എളുപ്പല്ലേ, നമ്മൾ കുട്ടികളുടെ മാത്രമായപ്പോൾ 200ഉം ടീച്ചറും കൂടി ഉൾപ്പെടുത്തിയപ്പോൾ 252 ആയെങ്കിൽ ഇതിന്റെ വ്യത്യാസമല്ലേ ടീച്ചറുടെ വയസ്സെന്ന് പറയുന്നത്? അതായത് 200-ൽ നിന്ന് അല്ലേ 252-ൽ നിന്ന് 200 കുറച്ച് കഴിഞ്ഞാൽ എത്ര കിട്ടും? 52 കിട്ടൂലേ? ഇതല്ലേ ടീച്ചറുടെ വയസ്സെന്ന് പറയുന്നത്. അപ്പൊ എന്താണ്? ഓപ്ഷൻ ഡി ആണ് എന്ത്? ആൻസർ. ക്ലിയർ അല്ലേ? സിമ്പിൾ ആണ് അല്ലേ? അതായത് ശരാശരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ ബൈ എണ്ണാണ്. ഇവിടെ നമുക്ക് പ്രത്യേകം തന്നിട്ടുണ്ട് അല്ലേ? അതായത് 20 കുട്ടികളുടെ ശരാശരി എന്ന് പറയുന്നത് 10ഉം 21 കുട്ടികളുടെ 21 ആൾക്കാരും കൂടി ചേർന്ന് കഴിഞ്ഞപ്പോൾ അത് 12 ആയി അല്ലേ? അതായത് ടീച്ചറും കൂടി ഉൾപ്പെട്ടിട്ടാണ് 21 എന്ന് പറഞ്ഞത്. അപ്പോൾ 12 ആയി. ഇതിൽ നിന്ന് എന്ത് ചെയ്യാം അല്ലേ? നമുക്ക് ടോട്ടൽ കാണാം. അതായത് 20 ആദ്യത്തത് വെച്ചിട്ട് 20 × 10 200ഉം അല്ലേ 21 × 12 252 ആയി. ഈ തമ്മിലുള്ള വ്യത്യാസമാണ് എന്ത്? ടീച്ചറിന്റെ വയസ്സെന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ കൊടുത്തിരിക്കുന്ന സമയക്രമത്തിന് ഒന്ന് ക്രമരഹിതമാണ്, ഏതാണെന്ന് കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇതൊരു ഓർഡറിലാണ് ഇവർ കൊടുത്തിട്ടുള്ളത്. അതിൽ ഏതോ ഒന്ന് എന്താണ് ആ ഒരു ഓർഡറിൽ വരാത്തതാണ്. അപ്പൊ അത് ഏതാണെന്നാ കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ നമുക്ക് ഓരോന്ന് എഴുതാം അല്ലേ? 6.50 ഇതൊക്കെ സമയമാണ് കേട്ടോ. ഇതൊക്കെ പറയുന്നത് എന്താണ്? സമയമാണ്. 6:50. അത് കഴിഞ്ഞിട്ട് 9:10, പിന്നെ 11:30, 1:40, then 4:10, then 6:30. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം അല്ലേ? ഇത് എന്തോ ഒരു ഓർഡറിലാണെന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് ഓർഡറിലാണോന്ന് അറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക അല്ലേ? ഇത് അടുത്തടുത്തുള്ള ഇത് തമ്മിലുള്ള വ്യത്യാസം നോക്കിയാൽ പോരെ? രണ്ട് സമയങ്ങൾ തമ്മിലുള്ള വ്യത്യാസം നോക്കാം അല്ലേ? 6:50 9:10 ആവണമെങ്കിൽ എത്ര ടൈം എടുക്കും എന്ന് നോക്കാം. നമ്മുടെ മനസ്സിലേക്ക് ക്ലോക്കൊക്കെ ഒന്ന് വരണേ. മനസ്സിലേക്ക് ഒരു ക്ലോക്കിന്റെ ഒക്കെ ചിത്രം വരണം, എന്നാലേ കിട്ടുള്ളൂ. നമുക്ക് ജസ്റ്റ് ഒന്ന് എഴുതി നോക്കാം അല്ലേ? 6:50 9:10 ആകാൻ അല്ലേ? 6:50 9:10 ആകാൻ എത്ര സമയം എടുക്കും? ഇതെങ്ങനെ കാണുക? നമുക്ക് എങ്ങനെ ചെയ്യാം അല്ലേ? 6:50 7:50 ആവാൻ എത്ര ടൈം എടുക്കും? 1 മണിക്കൂർ എടുക്കൂലേ? അതായത് 6:50 എന്ന സമയം 7:50 ആവണമെങ്കിൽ അല്ലേ 1 മണിക്കൂർ എടുക്കുന്നില്ലേ? ദെൻ വീണ്ടും 7:50 8:50 ആവാൻ എത്ര മണിക്കൂർ എടുക്കും? വീണ്ടും 1 മണിക്കൂർ എടുക്കും അല്ലേ? ദെൻ 8:50 നമുക്ക് 9:50 എന്ന് കൊടുക്കാൻ പറ്റൂല. കാരണം എന്താ? 9:10 വരെ ഉള്ളൂ അല്ലേ സമയം. അപ്പൊ എന്താണ്? 8:50 9:10 ആവാൻ എത്ര ടൈം എടുക്കും? ഒന്ന് മനസ്സിൽ നോക്കിയേ, ഒരു ക്ലോക്ക് ഒന്ന് ചിന്തിച്ചേ അല്ലെ? 8:50 ആണ് സമയം, അത് 9:10 ആവാന്. അപ്പൊ 8:50 9 ആവാൻ എത്ര എടുക്കും? 10 മിനിറ്റ് എടുക്കൂലേ? വീണ്ടും 9-ന്ന് 9:10 ആവാൻ 10 മിനിറ്റ് വീണ്ടും എടുക്കൂലേ? അങ്ങനെ മൊത്തം 20 മിനിറ്റ് എടുക്കൂലേ? മനസ്സിലായില്ലേ? അതായത് 8:50 എന്ന സമയം നിങ്ങളുടെ മനസ്സിൽ ആ ക്ലോക്ക് വരിക. ആ 8:50-ന്ന് 9:10 ദൂരം എത്രയാ? 20 മിനിറ്റ് അല്ലേ? ക്ലിയർ അല്ലേ? അപ്പൊ ഇത് മൊത്തം എത്രയാണ്? 2 അല്ലേ? ഒന്ന് കൂട്ടിയല്ലേ? 2 മണിക്കൂറും 2 ഹവറും 20 മിനിറ്റുമാണ്. കിട്ടിയില്ലേ? 2 മണിക്കൂറും 20 മിനിറ്റും ആണ് ഇതിന്റെ വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പൊ ഇതേ വ്യത്യാസം അടുത്തേലും വരുന്നുണ്ടോ നോക്കണം അല്ലേ? അത് അടുത്തത് എന്താണ്? അടുത്തത് എന്താ? 9 അല്ലേ? ഈ 9:10-ന്ന് 11:30 ദൂരവും സെയിം ആണോ എന്ന് നോക്കണം. ക്ലിയർ അല്ലേ? നോക്കാം. 9:10 അല്ലേ? 9:10 11:30 ആവാന്. അപ്പൊ നമുക്ക് എങ്ങനെ? വീണ്ടും ഇതേപോലെ തന്നെ 9:10 10:10 ആവാൻ എത്ര സമയം എടുക്കും? 10:10 ആവാൻ എത്ര സമയം എടുക്കും? 1 മണിക്കൂർ എടുക്കൂലേ? വീണ്ടും 10:10 11:10 ആവാന് വീണ്ടും 1 മണിക്കൂർ എടുക്കും. ക്ലിയർ അല്ലേ? അതായത് 1 മണിക്കൂറിന്റെ ഗ്യാപ്പ്. വീണ്ടും നമുക്ക് ഈ ഒരു 11:10 12:10 എടുക്കാൻ പറ്റുമോ? ഇല്ലല്ലേ? അതിന്റെ മുന്നേ സമയം അവസാനിക്കുന്നുണ്ട്. 11:30 ആണ് പറയുന്നത്. അപ്പൊ 11:10 11:30 ആവാൻ എത്ര സമയം എടുക്കും? നിങ്ങൾ ചിന്തിച്ചേ, ഒരു ക്ലോക്ക് മനസ്സിൽ വിചാരിച്ചിട്ട് നോക്കിയേ. 11:10 ആണ് ഇപ്പൊ സമയം. അത് 11:30 ആവാൻ എത്ര സമയം എടുക്കും? 20 മിനിറ്റ് അല്ലേ? കറക്റ്റ് അല്ലേ? 20 മിനിറ്റ്. അപ്പൊ ഇത് രണ്ടും സെയിം ആണ് അല്ലേ? 2 മണിക്കൂർ 1 1 2 അല്ലേ? 2 മണിക്കൂറും
അതുപോലെ 20 മിനിറ്റും. ഇത് രണ്ടും സെയിം ആണ്. അപ്പോൾ ഈ രണ്ട് ഓർഡർ എന്താണ് കറക്റ്റ് ആണ് അല്ലേ? അപ്പോൾ 6:50 കഴിഞ്ഞ് അടുത്ത് 9:10 ആണ്, അടുത്തത് എന്താണ് 11:30 ആണ്. ഇനി അടുത്തതും കൂടി കറക്റ്റ് ആണോ നോക്കണം. ഓക്കെ, ഒന്ന് നോക്കാം. ഏതാ പറഞ്ഞിട്ടുള്ളത്? 11:30 മുതൽ അല്ലേ 11:30 തൊട്ടിട്ട് 1:40 ആണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഈ സമയം ഇതേപോലെ കിട്ടുന്നുണ്ടോ നോക്കാം. ഫസ്റ്റ് വൺ 11:30 മുതൽ 12:30 വരെ 1 മണിക്കൂറല്ലേ? ക്ലിയർ അല്ലേ? വീണ്ടും 12:30 മുതൽ 1:30 വരെ എന്താണ്? വീണ്ടും 1 മണിക്കൂർ അല്ലേ? അടുത്തത് 1:30 മുതൽ 2:30 പറയാൻ പറ്റില്ല, അതിന്റെ മുന്നേ സമയം അവസാനിക്കുന്നുണ്ട് അല്ലേ? എത്രയാണ്? 1:40 വരെ മതി. ഓക്കെ, അപ്പൊ നമ്മുടെ മനസ്സിലേക്ക് വീണ്ടും ക്ലോക്ക് വരിക 1:30 ആണ് ഇപ്പൊ സമയം അല്ലേ? 1:40 ആവാൻ എത്ര ടൈം എടുക്കും? 1:30 സമയം 1:40 ആകാൻ വെറും 10 മിനിറ്റ് അല്ലേ എടുക്കുള്ളൂ അല്ലേ? 1:40 ആവാൻ എത്ര? 10 മിനിറ്റ് എടുക്കുള്ളൂ. അപ്പൊ നമുക്ക് ഇവിടെ എന്താണ്, ഇതിൽ ഏതാണ് ശരിയായി അല്ലാത്തത്? ഈ ഒരു ഓപ്ഷൻ അല്ലേ? അതായത് 11:30 അല്ലേ? ഈ ഒരു അതായത് 1:40 വന്നപ്പോഴല്ലേ ഓപ്ഷൻ തെറ്റിയത്? അപ്പൊ ഇതില് കൂട്ടത്തിൽ പെടാത്തത് ഏതാന്ന് ചോദിച്ചാൽ ഏതാണ്? ഈ 1:40 ആണ്. ഓക്കെ, അപ്പൊ ഓപ്ഷൻ സി ആണ്. ക്ലിയർ അല്ലേ? അതായത് ബാക്കിയുള്ള രണ്ടെണ്ണൂല്ലേ ആ ഒരു ഓർഡറിലാണ് പോകുന്നത്. 2 മണിക്കൂർ 20 മിനിറ്റ് എന്നുള്ള ഓർഡറിലാണ് അല്ലേ? അപ്പൊ 6:50 മുതൽ 9:10 വരെ എത്രയാണ്? 2 മണിക്കൂറും 20 മിനിറ്റ് ആണ്. ദെൻ അടുത്തത് പറഞ്ഞത് എത്രയാണ്? 9:10 മുതൽ 11:30 വരെ അല്ലേ? 9:10 മുതൽ 11:30 വരെ വീണ്ടും അല്ലേ എത്രയാണ്? ഈ ഒരു 2 മണിക്കൂർ 20 മിനിറ്റ് ആണ്. വീണ്ടും 11:30 മുതൽ 1:40 വരെ എത്രയാണ്? അത് 2 മണിക്കൂറും 10 മിനിറ്റേ വരുന്നുള്ളൂ. അപ്പൊ ഇതിൽ തെറ്റ് ഏതാണ്? 1:40 ആണ്. കിട്ടിയില്ലേ? അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സന്ധ്യ ടൈം ആൻഡ് വർക്കുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. സന്ധ്യ ഒരു ജോലി 20 ദിവസം കൊണ്ട് ചെയ്തു തീർക്കും. ഗോപു അത് ചെയ്യാൻ 60 ദിവസം എടുക്കും. എങ്കിൽ 2 പേരും ചേർന്നാൽ ആ ജോലി എത്ര ദിവസം കൊണ്ട് പൂർത്തിയാക്കും എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പൊ സന്ധ്യ ഒരു ജോലി ചെയ്യണമെങ്കിൽ 20 ദിവസം എടുക്കും. ഓക്കെ, ഒരു ജോലിയാണ്, അത് 20 ദിവസം എടുക്കും. ഗോപു ആണെങ്കിൽ ആ ഒരു ജോലി ചെയ്യണമെങ്കിൽ 60 ദിവസവും എടുക്കും. ക്ലിയർ അല്ലേ? അപ്പൊ സന്ധ്യ ഒരു ജോലി ചെയ്യണമെങ്കിൽ 20 ദിവസവും, ഗോപു ഒരു ജോലി ചെയ്യണമെങ്കിൽ എത്രയാണ്? 60 ദിവസവും എടുക്കും. ഓക്കെ, ഇനിയില്ലേ ഇവര് രണ്ട് പേരും കൂടി ഒരു ജോലി ചെയ്ത് കഴിഞ്ഞാൽ ആ ജോലി എത്ര ദിവസം കൊണ്ട് പൂർത്തിയാക്കും എന്നാണ് ചോദ്യം. ക്ലിയർ അല്ലേ? അതായത് ഇവിടെ ആർക്കാ എഫിഷ്യൻസി കൂടുതൽ? ആർക്കാണ് അല്ലേ? സന്ധ്യക്കാണല്ലേ. സന്ധ്യ 20 ദിവസം കൊണ്ട് ആ ജോലി തീർക്കുന്നുണ്ട്. ഗോപു ആണെങ്കിലോ 60 ദിവസം എടുക്കും അല്ലേ? അങ്ങനെയാണെങ്കിൽ 2 പേരും കൂടി ആ ഒരു ജോലി ചെയ്ത് തീർക്കണമെങ്കിൽ എത്ര സമയം എടുക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഇതേപോലെ നിങ്ങൾ എഴുതുക അല്ലെ? ഓരോരുത്തരുടെ പേര് എഴുതുക. സന്ധ്യ ആണെങ്കിൽ 20, ഗോപു ആണെങ്കിൽ 60. എന്നിട്ട് എന്ത് ചെയ്യുക? ഈ 20ഉം 60ഉം ചേർന്നിട്ട് അല്ലേ ഇതിന്റെ LCM കണ്ടുപിടിക്കുക. ഓക്കെ, LCM എന്ന് പറഞ്ഞാൽ അറിയില്ലേ? ലസാഗു അല്ലേ? നമുക്കറിയാം, ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവില്ലേ LCM കാണാൻ. എങ്ങനെയാണ്? ഇങ്ങനല്ലേ 20, 60ഉം എന്നിട്ട് ഇതിൽ പൊതുവായിട്ട് പോകും. നമുക്ക് 10 എടുക്കാം. 10 ഇതിൽ പൊതുവായിട്ട് പോകൂലേ അല്ലേ? 2 പ്രാവശ്യം പോകും. അതുപോലെ ഇവിടെ 60ൽ എത്ര പ്രാവശ്യം പോകും? 6 പ്രാവശ്യം പോകും. വീണ്ടും നമുക്കൊന്നും കൂടി ചെറുതാക്കി കൂടെ? 2 എടുക്കാം അല്ലേ? പൊതുവായിട്ട് പോകുന്നത് 2ൽ എത്ര പ്രാവശ്യം? 1 പ്രാവശ്യം പോകും. 6ലാണെങ്കിലോ 3 പ്രാവശ്യം പോകും. അതിനുശേഷം എന്ത് ചെയ്യുക? ഇതെല്ലാം കൂടി അങ്ങ് ഗുണിക്കുക. ഓക്കെ, ഇതെല്ലാം കൂടി അങ്ങ് ഗുണിക്കുക. ഏതൊക്കെയാണ്? അപ്പൊ 10 × 2 × 3 അല്ലേ? അപ്പൊ 10 × 2 എത്രയാ? 20ഉം 20 × 3 എത്രയാ? 60 അല്ലേ? അപ്പൊ നമുക്ക് എത്ര കിട്ടി ഇവിടെ? LCM 60 കിട്ടി. ഇതാണ് നമ്മുടെ ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത്. ഇവിടെ ഇനി എന്ത് ചെയ്യണം? ഓരോരുത്തരുടെ എഫിഷ്യൻസി കണ്ടുപിടിക്കണം. അതിനെന്ത് ചെയ്യുക? ഈ ടോട്ടൽ വർക്കിന്റെ എന്തുകൊണ്ട് ഹരിക്കുക അല്ലേ? 20 കൊണ്ട്. സന്ധ്യന്റെ കാണണമെങ്കിൽ 20 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ ഇതാണ് അവരുടെ എഫിഷ്യൻസി. 3 ആയിരിക്കും അവരുടെ എഫിഷ്യൻസി. ഓക്കെ, അതായത് 60നെ 20 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ എത്ര കിട്ടും? 3 കിട്ടും. അപ്പൊ അതാണ് അവരുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത്. ഇനി ഗോപുവിന്റെ എന്ത് ചെയ്യുക? ഇതേപോലെ തന്നെ അല്ലേ? 60നെ 60 കൊണ്ട് ഹരിച്ചാൽ എത്രയാണ്? 1 ആണ് കിട്ടുക അല്ലേ? ഇതാണ് അവന്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഇനി ഇവിടെ എന്താ ചോദിച്ചിട്ടുള്ളത്? എത്ര ദിവസം അല്ലെ? ടൈമാണ് ചോദിച്ചിട്ടുള്ളത്. എത്ര ദിവസം കൊണ്ടാണ് ഇത് ഒരു വർക്ക് 2 പേരും കൂടി ചേർന്നിട്ട് ആ ഒരു വർക്ക് പൂർത്തീകരിക്കുന്നതെന്ന് ചോദിച്ചിട്ടുള്ളത് അല്ലേ? അപ്പൊ എത്ര ദിവസമാണ്? ദിവസം എങ്ങനെയാ കാണുക അല്ലേ? നമ്മുടെ മൊത്തം ടോട്ടൽ വർക്കിനെ അവരുടെ 2 പേരുടെ എഫിഷ്യൻസി കൊണ്ട് ഹരിച്ചാൽ മതി അല്ലേ? അപ്പൊ 3 ടോട്ടൽ വർക്ക് ഇവിടെ 60 ആണ്. അതിനെ എന്തുകൊണ്ട് ഹരിക്കാം? ഇവരുടെ 2 പേരുടെ എഫിഷ്യൻസി അല്ലേ? അപ്പൊ 3 + 1 അല്ലേ? 3 + 1, അതായത് സന്ധ്യന്റെയും അതുപോലെ ഗോപുവിന്റെയും എഫിഷ്യൻസി ആണ് ഈ 3ഉം, ഒരാളുടേത് മറ്റാളുടേത് 1ഉം. അങ്ങനെ 2 കൂടി ചേർത്തിട്ട് 4 വരും. അപ്പൊ ഇത് 4 ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? എത്ര ദിവസം കിട്ടും? അപ്പൊ 60/4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 15 ആണ്. ഓക്കെ, ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓപ്ഷൻ സി ആണ് ആൻസർ. ക്ലിയർ അല്ലേ?
അപ്പം ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നത് ഇത് സ്ഥിരമായിട്ട് വരുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പം ഇങ്ങനെ എന്ത് എഴുതുക, നിങ്ങൾ രണ്ടുപേരുടെയും ഇങ്ങനെ എഴുതുക. അതായത് അപ്പം സന്ധ്യ ആണെങ്കിൽ 20 ദിവസം കൊണ്ടും ഗോപു ആണെങ്കിൽ 60 ദിവസം കൊണ്ടും, എന്നിട്ട് രണ്ടു പേരുടെയും എൽ സി എം കാണാൻ വേണ്ടിയിട്ട് 20ഉം 60ഉം കൊടുത്തു കഴിഞ്ഞാലേ ഇതുവരെ പൊതുവായിട്ട് പോകുന്നത് എന്താണ്, 10 പോകൂലേ, 2 പ്രാവശ്യം 60ലോ 6 പ്രാവശ്യം, വീണ്ടും ചെറുതാക്കുക 2 3ഉം വരും. ഓക്കെ, ഇത് രണ്ടും കൂടി ഗുണിച്ചു കഴിഞ്ഞാൽ എത്ര കിട്ടും, 60 കിട്ടും. ഇതാണ് അവരുടെ ടോട്ടൽ വർക്ക് എന്ന് പറഞ്ഞത്. അതിനുശേഷം എന്ത് ചെയ്യുക, ഇവരുടെ എഫിഷ്യൻസി കണ്ടുപിടിക്കുക. അതായത് 60/20 ആണ്, 20 ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും, 3 കിട്ടും. അതുപോലെ 60/60 ചെയ്ത് കഴിഞ്ഞാൽ 1 കിട്ടും. അപ്പോൾ രണ്ടുപേരുടെയും എഫിഷ്യൻസി കിട്ടി. ഓക്കെ, ഇനി നമുക്ക് എത്ര ദിവസമാണ് എത്ര ദിവസം കൊണ്ടാണ് ഇവർ ജോലി ചെയ്ത് തീർക്കുന്നത് അറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, മൊത്തം അല്ലേ ടോട്ടൽ വർക്കിനെ ഇവരുടെ എഫിഷ്യൻസി കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ എത്ര കിട്ടും അല്ലെ, ഇവിടെ ആൻസർ 15 കിട്ടും. ഈ 15 ദിവസം കൊണ്ടാണ് ഇവർ രണ്ടുപേരും കൂടി ആ ഒരു വർക്ക് ചെയ്തു തീർക്കുക. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം.